ഹലോ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പനിയൊക്കെ ആയിരുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ചെവിയൊക്കെ ഇങ്ങനെ മൂളി അടയ്ക്കുന്നുണ്ട്. സൗണ്ടൊക്കെ ഒരു സൗണ്ടൊക്കെ തന്നെയാണ്. പിന്നെ എൻ്റെ സൗണ്ട് പണ്ടേ അതുപോലുള്ളൊരു സൗണ്ട് ആയതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കില്ലായിരിക്കും. എന്തായാലും നിങ്ങൾ ഇന്ന് തമ്പനയിൽ കണ്ടതുപോലെ കൊച്ചിയിൽ ക്ലച്ച് പിടിക്കുന്ന പൊതിച്ചോറ്, ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കൊച്ചിക്കാർ മാത്രമൊന്നുമല്ല, അല്ലാത്തവരൊന്നും പോകണ്ടെങ്കിൽ വാ. കാരണം ഇത് നമുക്കെല്ലാവർക്കും, ഫുഡിനോട് താല്പര്യമുള്ള എല്ലാവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അത് കൊച്ചിയിൽ മാത്രമൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ തമ്പനയിലിട്ടപ്പോൾ ഇങ്ങനെ ഇട്ടു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതായത് ഇന്ന് നമ്മുടെ കൊച്ചിയിലുള്ള സഹോദരിമാരിൽ ഒരാളെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി. ഇവർ കൂടിക്കാഴ്ച നടത്തുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ഞാനും ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഒരാൾ വന്നോ എന്ന് ചോദിക്കുന്നു, ഒരാൾ വന്നില്ല. അങ്ങനെ ആരുടെയൊക്കെ മരണമാണ്, അതുകൊണ്ട് വരാൻ പറ്റുന്നില്ല. ഇങ്ങനെ പലരും പല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് ഇവരെവിടെ കൂടിക്കാഴ്ച നടത്തുന്നത്, എപ്പോഴെങ്കിലും കൂടിക്കാഴ്ച നടത്തുമോ എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അങ്ങനെ അവർ സുഭാഷ് പാർക്കിൽ എത്തും എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവരെ ആരും അനക്കം കണ്ടില്ല. അപ്പോൾ അവർ കൂടിക്കാഴ്ച നടത്തി കാണും. കാരണം അതുകൊണ്ടായിരിക്കും ഈ സഹോദരി എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഷോപ്പ് എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഷോപ്പ് എടുത്തിട്ടില്ല, അതിനുള്ള പൈസയൊന്നും ഇല്ല, പൈസ റെഡിയാവുന്നതിനനുസരിച്ച് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കതൊരു വിഷമമായി. ഇനി പൈസ ഇല്ലെന്നോർത്ത് ഇവർ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പോരണ്ട. കാരണം ഇതിൻ്റെ തുടക്കത്തിലുള്ള ആവേശത്തിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവർ പിന്നെ ചെയ്തില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കൊച്ചിയിൽ പൊതിച്ചോറ് നല്ല സാധ്യതയുണ്ടെന്ന് പറയുവാൻ കാര്യം എന്താണ്? കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടും കൂടെ ഞാൻ പറയാം കേട്ടോ. എനിക്കെന്താണ് അനുഭവം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പൊതിച്ചോറിൻ്റെ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചിയിൽ പൊതിച്ചോറ് ചെയ്യാനല്ല ഞാൻ ഈ സഹോദരിമാരോട് പറയുന്നത്, ഞാനിങ്ങനെ ഒരു ആശയം പറയുകയാണ്. ഞാനിങ്ങനെ കുറേ ആശയങ്ങൾ എല്ലാവരോടും ഗ്രൂപ്പിലൊക്കെ ചർച്ച പറയാറുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ ഈ കൊച്ചിയിൽ ഈ പൊതിച്ചോറ് അല്ലെങ്കിൽ ഫുഡിൻ്റെ പരിപാടി, പൊതിച്ചോറല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കണം നമ്മളിങ്ങനെ പൊതിച്ചോറും കെട്ടിക്കൊണ്ട് എവിടെയെങ്കിലും നിന്ന് ചേച്ചി പൊതിച്ചോറ് വേണോ, ചേട്ടാ പൊതിച്ചോറ് വേണോ എന്ന് ചോദിക്കുന്ന പരിപാടിയല്ല. ഇതൊരു സ്റ്റാൻഡേർഡ് പരിപാടിയാണ്, അതുകൊണ്ട് പോകണ്ട. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗം പറയാം. ഈ കേരളത്തിലെ 14 ജില്ലകളിലെ സ്ത്രീകളോട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സംരംഭങ്ങൾ ചെയ്യണം, അതിനുള്ള ആശയങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ വീഡിയോകളായിട്ട് ചെയ്തത് അവർക്ക് കൊടുക്കുന്നുണ്ട്, പേഴ്സണലായിട്ട് ചോദിക്കുന്നവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എങ്കിലും എല്ലാവർക്കും ഒരു പേടിയുണ്ട്, എന്തെങ്കിലും ചെയ്താൽ വിജയിച്ചില്ലെങ്കിലോ എന്നൊക്കെ. അങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ റീസെല്ല് ചെയ്യുന്ന നമ്മൾ പ്രൊഡക്റ്റുകൾ ഹോൾസെയിൽ എടുത്തു തരാം. അങ്ങനെ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഹോൾസെയിലായിട്ട് വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാ ജില്ലകളിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതൊരു മാർജിനിട്ട് വിൽക്കുവാൻ സാധിക്കും. തയ്യൽക്കാർക്കാണെങ്കിൽ അതൊന്നുകൂടെ നൈറ്റി ബിറ്റുകളും അല്ലെങ്കിൽ മെറ്റീരിയലൊക്കെയാണ് തയ്ച്ച് ഒന്നുകൂടെ അവരുടെ ഒരു ഡിസൈൻ അനുസരിച്ചിട്ട് തയ്ച്ച് കുറച്ചുകൂടെ അവർക്ക് അതിൻ്റെ ആ പൈസയും കൂടെ ചേർത്ത് വാങ്ങിക്കുവാനായിട്ടൊക്കെ സാധിക്കുമല്ലേ. അപ്പോൾ ഇനി നമ്മൾ വേറെ തിരുപ്പൂരുള്ള തുണിമില്ലുകാരോടൊക്കെ ഇടപെട്ടിട്ട് ഡയറക്റ്റായിട്ട് ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ എത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ചീപ്പ് റേറ്റിൽ ഇടനിലക്കാരില്ലാതെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചിമ്മന വ്ളോഗ്സ് എന്ന നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിരിക്കുന്ന ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ ഈ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ഞാൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ബ്രാൻഡിങ്, എങ്ങനെ ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്യാമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗ്രൂപ്പിലേക്ക് വന്നാലേ സാധിക്കുള്ളൂ. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇനി നമുക്ക് പൊതിച്ചോറിലോട്ട് വരാം, അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യങ്ങളിലോട്ട് വരാം. അപ്പോൾ പൊതിച്ചോറ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ, നമ്മളിങ്ങനെ വഴിയിൽ അത് കെട്ടിക്കൊണ്ടുപോയി വിൽക്കണമെന്ന്. അങ്ങനത്തെ പൊതിച്ചോറും അല്ല, കടയെടുത്ത് വിൽക്കുന്ന പൊതിച്ചോറും അല്ല കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഈ എറണാകുളം ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ മറ്റുള്ള എല്ലാ ജില്ലകളെ അപേക്ഷിച്ചിട്ട് എറണാകുളം ജില്ലയിൽ കൂടുതലും ആൾക്കാർ വന്ന് താമസിച്ച് ജോലി ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ താമസിക്കുന്നവർ, വീട് വിട്ട് നിൽക്കുന്നവർക്ക് എപ്പോഴും ഹോംലി ഫുഡ് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ചെയ്യുവാൻ പറ്റിയ ഒരു ആശയമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത്. എത്ര പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അത് നല്ല ഫുഡ് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അത് നമ്മൾ മുതലാക്കിക്കൊണ്ട്, ആ അവസരം മുതലെടുത്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു ഫുഡ് ബിസിനസ് ചെയ്തുകൂടാ? അതായത് നമ്മൾ ആരെയും തേടിയൊന്നും പോകണ്ട, നല്ല പബ്ലിസിറ്റി കൊടുക്കുക. ഇതുപോലെ ഹോംലി ഫുഡ് കിട്ടും, 3 നേരം ഒരു പാക്കേജ് ആയിട്ട് കൊടുക്കണം. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതിൽ 1 or 2 ഓപ്ഷൻസ് കൊടുക്കുക. അതുപോലെ ഉച്ചയ്ക്കത്തെ ഒരു ഊണിന് പിന്നെ ഓപ്ഷൻസ് ഒന്നുമില്ല. സ്പെഷ്യൽ വേണമെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് സ്പെഷ്യൽ കൊടുക്കുക, സ്പെഷ്യലിനൊക്കെ വേറെ പൈസ. പിന്നെ വൈകുന്നേരത്തെ ശാപ്പാട് എന്തായിരിക്കും? ചിലർക്ക് ചപ്പാത്തിയും കറിയായിരിക്കും, ചിലർക്ക് പൊറോട്ടയും കറിയായിരിക്കും. അത് തന്നെ നോൺ ഉണ്ടാവാം, വെജിറ്റബിൾ കറി ഉണ്ടാവാം. നല്ല പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡ് കിട്ടുന്നിടത്ത് ആൾക്കാരെ അന്ന് അന്വേഷിച്ച് വരും. അതായത് സ്ത്രീകളിൽ എത്രമാത്രം വരുമെന്ന് എനിക്കറിയില്ല. ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന, ജോലി സംബന്ധമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അക്കോമഡേഷൻ മാത്രം കിട്ടിയിട്ടുള്ള
പുരുഷന്മാർ ചെറിയ ആൺകുട്ടികളൊക്കെ ഉണ്ട്, അവർ വന്ന് ഇത് വാങ്ങിക്കൊണ്ട് പൊക്കോളും. അതായത് ഒരു 10 പേർക്കുള്ള ഫുഡ് ഒരാൾ വന്ന് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പൊക്കോളും. ഒരു വീട്ടിൽ താമസിക്കുന്ന 10 പേർക്കുള്ള ഫുഡും ഒരാൾ വേണമെങ്കിൽ വന്ന് പാഴ്സലായിട്ട് വാങ്ങിക്കൊണ്ട് പൊക്കോളും. അതിനുള്ള പാത്രം കൂടി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ പാക്കിംഗ് കോസ്റ്റും കൂടെ കുറഞ്ഞു കിട്ടുമല്ലേ, ആ സമയവും ലാഭിക്കാൻ പറ്റും. അവർക്കിപ്പോൾ 10 പേർക്കൂടെ കൂടി ഒരു 30 ചപ്പാത്തിയും അവർക്ക് 10 പേർക്കുള്ള കറിയുമാണ് കൊടുത്തു വിടേണ്ടതെങ്കിൽ കറി സെപ്പറേറ്റ് കെട്ടി കൊടുക്കുക. ഈ 30 പൊറോട്ട വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചു വേണമെങ്കിൽ കൊടുത്തുവിടാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലാക്കി കൊടുത്തുവിടാം. അവർ കൊണ്ടുവരികയാണെങ്കിൽ പാത്രത്തിൽ കൊടുത്തുവിടാം. അതൊക്കെ ഓരോ സാഹചര്യങ്ങളനുസരിച്ചിട്ട് കൈകാര്യം ചെയ്താൽ മതി. അപ്പോൾ സ്ഥിരമായിട്ട് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ, വീട്ടിൽ അവരുടെ അമ്മയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെയുള്ള നല്ല ഫുഡ് കിട്ടുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇവർ വന്ന് വാങ്ങിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ടെന്ന് അവരറിയണം. അതുപോലെ എവിടെയെങ്കിലും തുടങ്ങിയിട്ടും കാര്യമല്ല, ഇതുപോലെ ഒരുപാട് ആളുകൾ ഭക്ഷണത്തിനായി അന്വേഷിക്കുന്ന സ്ഥലത്ത് വേണം ഇതുപോലെയുള്ള കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഹോട്ടൽ അല്ലെങ്കിൽ ഇതുപോലെ ഫുഡ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാം എവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സ്ഥലത്തായിരിക്കണം. എറണാകുളത്ത് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്തായിട്ട് മെയിൻ റോഡിൽ നിന്ന് മാറി ഇച്ചിരി അകത്തോട്ട് മാറി ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ട് നിങ്ങൾ ഈ ഫുഡിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് നോക്കി, ഇത് വിജയിക്കും. നിങ്ങൾക്കിനി ഇരുത്തി ഫുഡ് കൊടുക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ ഊണെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാം. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കഴിച്ചുകൊണ്ട് പോകും, ഭക്ഷണം തികയാത്ത പാടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, രാവിലെ നേരത്തെ വരണം, ഉച്ചയ്ക്കത്തെ ഇതും കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫുഡിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. വൈകുന്നേരം പിന്നെ നിങ്ങൾക്കൊരു കണ്ടീഷൻ വയ്ക്കാം, ഒരു 7 മണിക്കുള്ളിൽ ഫുഡ് വന്ന് വാങ്ങിക്കൊള്ളണം, ഞങ്ങൾക്കിത് ക്ലോസ് ചെയ്യണമെന്ന് പറയാം. പിന്നെ നിങ്ങൾ ഈ സ്ത്രീകളെല്ലാവരും കൂടെ ചേർന്ന് നടത്തുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും സ്ത്രീകളുടെ ഹസ്ബൻഡൊക്കെ മാറി മറിഞ്ഞും ഒക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് വന്നും പോയൊക്കെ ഇരിക്കുക വൈകിട്ടൊക്കെ. അപ്പോൾ ഒരു പുരുഷന്റെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വലിയ പേടിച്ചാലൊന്നും നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും? അങ്ങനെയൊന്നും ജീവിക്കാൻ സാധിക്കില്ല. എന്ത് കാര്യത്തിനും നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമ്മുടെ പേടി മാറുകയുള്ളൂ കേട്ടോ. ഒന്നാമത്തെ നമ്മളെ പുറകോട്ട് പിടിച്ച് നിർത്തുന്നത് പേടിയാണ്. എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിക്കുമോ എന്നുള്ള പേടി. നിങ്ങൾ ഇങ്ങനെ ഒരു വീടെടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു പ്ലാറ്റ്ഫോം കിട്ടും, അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് ഇനി അംഗങ്ങളെ കൂടുതൽ ചേർക്കാനും സാധിക്കും. നിങ്ങൾ 4 പേര് ചേർന്ന് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുമ്പോൾ ഈ ഗ്രൂപ്പ് വഴി ഒരാളും കൂടെ തയ്യാറായിട്ട് വരുവാണെങ്കിൽ അവരെയും കൂടെ ചേർക്കാം. ഓർഡർ പിടിക്കാം, അടുത്തുള്ള ഓഫീസുകളിൽ ഓർഡർ പിടിച്ചിട്ട് നിങ്ങൾക്ക് പാഴ്സലായിട്ട് അങ്ങോട്ട് ഫുഡ് കൊടുക്കുക. എത്ര പേരാണ് ഉച്ചയ്ക്ക് പുറത്തത്തെ ഫുഡിനെ ആശ്രയിക്കണമെന്ന് അറിയാം. ഒരു സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഓരോ ഹോട്ടലിൽ ചെന്നൊന്ന് വാങ്ങിച്ച് കഴിക്കുവാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോ സ്ഥിരം ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റും, അപ്പോൾ ഇങ്ങനെ ഓഫീസുകൾ, കെട്ടിടങ്ങൾ, കടകളൊക്കെ ഉള്ള സ്ഥലത്തിൻ്റെ അടുത്ത് ഇച്ചിരി അകത്തോട്ടായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു വീട് എടുക്കുമ്പോൾ ഭക്ഷണം അന്വേഷിച്ചും ആൾക്കാർ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും ഇതിനൊരു പ്രൊമോഷൻ കൊടുക്കണം. അപ്പോൾ എങ്ങനെ ഈ ബ്രാൻഡ് പ്രൊമോഷനൊക്കെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ കൊച്ചിയിൽ ഇതുപോലെ ഫുഡിൻ്റെ എന്തെങ്കിലും പരിപാടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ആശയം ഒന്ന് ചിന്തിച്ച് നോക്ക്. അത് പ്രാക്ടിക്കൽ ആവുമെന്ന് നോക്കുക. നിങ്ങളൊന്ന് നിരീക്ഷിക്കുക, നിങ്ങളങ്ങ് ഇറങ്ങണം. നിങ്ങൾ വീട്ടിലിരുന്ന് പ്ലാൻ ചെയ്യാതെ 2 പേര് ചേർന്ന്, കൊച്ചിയല്ലേ, നിങ്ങൾ അവിടെ പരിസരത്തൊക്കെ ഒന്ന് നോക്ക്. ഉച്ച സമയമാകുമ്പോൾ ഒന്ന് ഇറങ്ങി നോക്ക്. നിങ്ങൾ കുറച്ച് നേരം ഒരു 1 മണിക്കൂർ, ഒരു 12:30 തുടങ്ങി ഒരു 1:30 മണി വരെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അങ്ങനെ 2-3 സ്ഥലത്ത് നിൽക്കുമ്പോൾ മനസ്സിലാകും. അതുപോലെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി വരുന്നവരോട്, ജോലിക്കാരാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബാഗൊക്കെ കാണും, പിന്നെ ബൈക്കിനൊക്കെ വന്ന് കഴിച്ചിട്ട് പോകുന്നവരോടൊന്നും നിങ്ങൾ ചോദിക്കണം, എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ കഴിച്ചാണ്, എന്താണ്, എങ്ങനെയാണ് ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തുടങ്ങിയാൽ വിജയിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് പേര് കൊച്ചിയിലൊക്കെ ഫുഡിൻ്റെ സമയമാകുമ്പോഴേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടും തിരക്കും അനുഭവപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു എൻ്റെ തറവാടെന്നാ അങ്ങനെ എങ്ങാണ്ടും പറഞ്ഞിട്ട് കച്ചേരിപ്പടി അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു, ഞാനൊക്കെ പോയിട്ടുണ്ട്. നല്ല ചിലവാണ് അവിടെ, നല്ല ഫുഡുമാണ്. അവർ ആ ഫുഡിലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്നും തിരക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൊച്ചിയിൽ, എറണാകുളത്തൊക്കെ എന്തെങ്കിലും നല്ലൊരു ഫുഡിൻ്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇത് തുടങ്ങാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം. നെഗറ്റീവ് ആകുമോ അല്ലെങ്കിൽ ഇത് പരാജയപ്പെടുമോ എന്ന് നമ്മൾ വിചാരിച്ച് ടെൻഷൻ അടിക്കാതെ പോസിറ്റീവായിട്ട് ഇത് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് വിചാരിച്ച് തുടങ്ങുക. നമ്മൾ ഇത്രയും വിചാരിച്ചാൽ മതി. 4 പേരുള്ളൊരു വീട്ടിൽ ഫുഡ് ഒറ്റയ്ക്ക് നമ്മൾ പാചകം ചെയ്യുന്നു. ഇനി ആ 4 പേരുള്ളൊരു വീട്ടിലോട്ട് ഒരു 10 പേര് കയറി വന്നാലും വിരുന്നുകാർ വന്നാലും നമ്മൾ ഒറ്റയ്ക്ക് അത് പാചകം ചെയ്ത് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ പിന്നെ നമ്മളൊരു 4-5 പേരോ ചേർന്ന് അവർ 50-100 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ ഇതിനൊരു പരസ്പരം ഒരു താങ്ങും ഒരു എന്താ പറയുക, ഒരു ബലവും ഒക്കെ കിട്ടും. അങ്ങോട്ട് ഒരാൾക്ക് വയ്യെങ്കിൽ ഒരാൾ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് 2 വീലർ ഓടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. ഇത് തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ.
ഈ മാർക്കറ്റിൽ പോയി വരുന്ന ബുദ്ധിമുട്ട്. എറണാകുളംകാർക്കാണെങ്കിൽ നമുക്ക് അവിടെ ബ്രോഡ്വേയിൽ നമുക്ക് എറണാകുളത്ത് മാർക്കറ്റൊക്കെ ഉണ്ടല്ലേ, കുറഞ്ഞ വിലയ്ക്ക് സാധനമൊക്കെ കിട്ടും. തുടക്കത്തിലേ ഉള്ളൂ. പിന്നെ ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരൊക്കെ ആയിട്ട് അവർ ടൈപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എത്തിച്ചു തരും. മീൻകാരോടൊക്കെ പറഞ്ഞാൽ മീൻകാർ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ അവിടെ കൊണ്ടു നിർത്തി തരും. കോഴിക്കടക്കാർ വേണമെങ്കിൽ കൊണ്ടുതരും. അങ്ങനെ എല്ലാം പച്ചക്കറി കടക്കാരും വേണമെങ്കിൽ അവർ കൊണ്ടുതരും. കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് മിറ്റ ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ അവർ കൊണ്ടുതരും. നമ്മളവരൊക്കെ ടൈപ്പ് ആവണം. ഇതെല്ലാം നമുക്ക് ഈ കണക്ഷൻസ് നമ്മൾ ഓരോ കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇത് ആലോചിച്ച് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ ആശയം ചർച്ച ചെയ്യണം. അപ്പോൾ എന്തായാലും ഒരു ചെറിയ വീടെടുത്ത് ചെയ്യുവാണെങ്കിലാണ് പെട്ടെന്ന് ഒരു പ്രോഗ്രസ്സിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ ഈ കൊച്ചിയിലെ ഫുഡിൻ്റെ ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾക്ക് കേട്ടോ. അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ചെയ്യാവുന്നത് ഓർഡർ എടുത്തിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കൊടുക്കാം കടകളിലേക്ക്. മിക്ക കടക്കാർ ഇപ്പോൾ ബേക്കറിക്കാർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമൊന്നും വേണ്ട, അവർ തന്നെ അവരുടെ യൂണിറ്റിൽ അവരുണ്ടാക്കിയെടുക്കും. തുടക്കത്തിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു രജിസ്ട്രേഷൻ എടുത്താൽ മതി 100 രൂപയുടെ. പിന്നെ കൂടുതൽ വിറ്റുവരവൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മതി അതിൻ്റെ ലൈസൻസ് എടുക്കുന്നത് കേട്ടോ. അതൊക്കെ കണക്ക് കാണിച്ചാൽ മതി, അത് പെട്ടെന്നൊന്നും എടുക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ കോർപ്പറേഷൻ ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ലൈസൻസ് കാര്യങ്ങളൊന്നും എടുത്താൽ മതി. അതുമൊക്കെ നിങ്ങൾക്ക് അവിടെ ഓരോ ഓഫീസുകളുണ്ടല്ലോ, കോർപ്പറേഷൻ ഓഫീസിലൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് എന്തൊക്കെയാണ് വേണ്ട കാര്യങ്ങൾ, റെൻ്റ് അഗ്രിമെൻറ്റും അതിൻ്റെ കാര്യങ്ങളും പിന്നെ ഈ വാടക കെട്ടിടത്തിൻ്റെ ഉടമസ്ഥന് ഇതിൻ്റെ സമ്മതപത്രമൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാം മാറിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി. ഇതൊക്കെ അങ്ങ് പോകുമ്പോൾ നമ്മൾ ആ വഴിയെ നമ്മളിതെല്ലാം ചെയ്ത് പഠിക്കും. അല്ലാതെ ഇതൊരു വലിയ മലമറിക്കുന്ന കാര്യമായിട്ട് കൊണ്ടു നടക്കാതിരുന്നാൽ മതി. അപ്പോൾ കൊച്ചിയിലുള്ളവർ മാത്രമല്ല എവിടെയുള്ളവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള ഇപ്പം ഞാനിവിടെ ചണ്ണപ്പേട്ടയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം അഞ്ചലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സിറ്റിയാണ്. എനിക്ക് വേണമെങ്കിൽ അവിടെ തുടങ്ങാവുന്നൊരു കാര്യമാണ് ഇത്. 2-3 പേരുണ്ടെങ്കിലേ. പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളുണ്ട്, നമുക്കൊരു കടയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ടൊന്നും പോവാത്തത്. എനിക്കിഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ ഈ ഫുഡിൻ്റെ പരിപാടി. കാരണം ഈ വിശന്ന് വരുന്ന ആൾക്കാർ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ വയറെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സെന്ന് അറിയാം. അതൊരു തൃപ്തിയുള്ളൊരു പരിപാടിയായിരുന്നു. ഒരിക്കലും നശിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം പെട്ടെന്ന് തുടങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചിക്കാർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.